എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട്, നിങ്ങൾ കബറ് കണ്ടിട്ടില്ലല്ലോ, കബറിൽ മയ്യത്തിറക്കി വെക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. അതേ സമയത്ത് പുരുഷന്മാര് കബറ് കണ്ടിട്ടില്ലേ? സ്വർഗം നിങ്ങൾ കണ്ടിട്ടില്ല, നരകം നിങ്ങൾ കണ്ടിട്ടില്ല, സിറാത്ത് പാലം നിങ്ങൾ കണ്ടിട്ടില്ല, നന്മ തിന്മകൾ തൂക്കുന്ന തുലാസ് കണ്ടിട്ടില്ല, മൈശറ കണ്ടിട്ടില്ല, ജഹന്നമ് കണ്ടിട്ടില്ല. അതേ സമയത്ത് ഉപ്പയെ കൊണ്ടുപോയി കിടത്തിയ ഖബറ് കണ്ടിട്ടില്ലേ? ഉമ്മയെ കൊണ്ടുപോയി കിടത്തിയ ഖബറ് കണ്ടിട്ടില്ലേ? എത്ര ഇടുങ്ങിയ ഖബറാ! മേലോട്ടോ താഴോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് സ്വസ്ഥമായി കിടക്കാൻ വിശാലതയുണ്ടോ? പഴയകാലത്ത് നമ്മുടെ വീട് റൂമുകളൊക്കെ 10 റൂമാണെങ്കിൽ എന്നാൽ തന്നെ നമ്മൾ പറയും പഴയകാലത്തെ വീടാണ്, വീതിയും വിസ്താരവും കുറവാണ്, ഇടുങ്ങിയ റൂമാണ്, സൗകര്യങ്ങൾ കുറവാണ്. മോനെ, ഇനി നിനക്ക് കിടക്കാനൊരു വീടുണ്ട്. ആ വീടിന്റെ വീതി അറിയുമോ? നീളം അറിയുമോ? ആയിരക്കണക്കിന് കൊല്ലം നിനക്ക് കിടക്കാനുള്ള വീടിന്റെ ഭിത്തി അറിയുമോ? ദുനിയാവിൽ നീ താമസിക്കുന്ന വീട് പഴയകാലത്ത് മണ്ണുകൊണ്ട് തേച്ചു മിനുക്കിയിരുന്നു. പിന്നീട് ഇതാ സൗകര്യങ്ങൾ കൂടിയപ്പോ നന്നായിട്ട് കുമ്മായം തേച്ചിരുന്നു. ഇന്നതും പോയി നല്ല ടൈലുകൾ പതിച്ചിരിക്കുന്നു, ഗ്ലാസുകൾ പതിച്ചിരിക്കുന്നു, ഗ്രാനൈറ്റുകളെ കൊണ്ട് മോടി പിടിപ്പിച്ചിരിക്കുന്നു, വലിയ വലിയ ലൈറ്റുകൾ ചുറ്റും ഘടിപ്പിച്ചിരിക്കുന്നു, ശീതീകരിക്കുന്ന നല്ല AC ഫിറ്റ് ചെയ്തിരിക്കുന്നു, ഫാനുകളുണ്ട്, ലൈറ്റുകളുണ്ട്. എന്തൊക്കെ സൗകര്യങ്ങളാ! എന്നാൽ ഇനി നിനക്ക് കിടക്കാനുള്ളൊരു വീട്, ഒരുക്കപ്പെട്ട വീട്, എല്ലാവരും കിടക്കേണ്ടി വരുന്ന വീട്, ആ വീട്ടിന്റെ സൗകര്യം നിനക്ക് ചെരിഞ്ഞു കിടക്കാനേ ആ വീട്ടിന് സൗകര്യമുള്ളൂ. നിനക്ക് നീങ്ങിക്കിടക്കാൻ പറ്റില്ല, മേലോട്ട് കയറിക്കിടക്കാൻ സൗകര്യമില്ല, താഴേക്ക് ഇറങ്ങിക്കിടക്കാൻ സൗകര്യമില്ല. ആ വീട്ടിലേക്ക് നിന്നെ പതുക്കെ അങ്ങിറക്കി വെച്ചതാ. ഈ ദുനിയാവില് എത്ര സൗകര്യമുള്ള വീടുകളിൽ കിടന്നുറങ്ങുന്നവരുണ്ട്, ആടിക്കളിക്കുന്ന ബെഡുകളുണ്ട്, ഇറ്റാലിയൻ മാർബിളുണ്ട്, അത് ഗ്രാനൈറ്റുകളുണ്ട്, തണുപ്പ് തുപ്പുന്ന റൂമുകളുണ്ട്. 5 മിനിറ്റ് കരണ്ട് പോയാൽ ഉമ്മമാരെ, രാത്രിയിൽ നിങ്ങൾക്ക് പേടിയല്ലേ? ഒരു റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയല്ലേ? എന്നാൽ നീ അങ്ങ് മരണപ്പെട്ടാൽ നിന്റെ ഉറ്റവരും നിന്റെ ഉടയവരും നിന്റെ ഭർത്താവ് ഉൾപ്പെടെ, നിന്റെ മക്കൾ ഉൾപ്പെടെ, നിന്റെ ആങ്ങളമാര് ഉൾപ്പെടെ, നിന്റെ എല്ലാവരും കൂടിയിട്ട് ചുമന്നു കൊണ്ടുപോയി നിന്നെ ഈ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ എല്ലാവർക്കും ഒരേ വീടുകളാണ്, ഒരേ ഡ്രസ്സുകളാണ്. ആരെ ഡ്രസ്സും കൂടുതൽ മുന്തിയ ഡ്രസ്സുകളില്ല, താന്ന ഡ്രസ്സുകളില്ല. മുതലാളിക്കും തൊഴിലാളിക്കും പാവപ്പെട്ടവനും ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ ഡ്രസ്സും ഏറ്റവും പാവപ്പെട്ടവന്റെ ഡ്രസ്സും ഒരേ ഡ്രസ്സു തന്നെയാ, ഒരേ തുണി തന്നെയാ. ഒരു സെറ്റ് കഫം കൂടാനേ പറയാറുള്ളൂ,
മുന്തിയ ഇനമൈക്കോട്ടേന്ന് പറയലില്ല, മേഡിയനൈക്കോട്ടേന്ന് പറയലില്ല, താഴ്ന്നത് മതിന്ന് പറയലില്ല. എല്ലാവർക്കും ഒരേ കഫം കുടയോ. ആ തുണിയിൽ നിന്നെ പൊതിഞ്ഞിട്ടാ ഇറക്കി വെച്ചത്. വലിയ വലിയ കോടീശ്വരനും അങ്ങനെ തന്നെ, ലക്ഷപ്രഭുക്കൾക്കും അങ്ങനെ തന്നെ, തറവാട്ടുകാരനും അങ്ങനെ തന്നെ. എല്ലാവർക്കും ഒരേ ഡ്രസ്സും ഒരേ വീടും. ആ വീട്ടിലേക്ക് അങ്ങ് ഇറക്കിക്കിടത്തിയിട്ട് പെങ്ങളെ, നിന്റെ തലക്കു ഭാഗത്തുള്ള കെട്ടഴിച്ചിട്ട് നിന്റെ കവിളിന്റെ ഭാഗത്തുനിന്ന് പഞ്ഞി നീക്കിയിട്ട് ഒരു ഉരുള മണ്ണെടുത്തിട്ട് അതൊന്ന് വെള്ളം കൂട്ടി കുഴച്ച് ചളിയാക്കിയിട്ട് നിന്റെ കവിളിന്റെ താഴ്ഭാഗത്ത് വെക്കുകയോ. ഏതാണ് ഈ കവിളെന്നറിയോ? ലക്ഷങ്ങൾ ചെലവഴിച്ച് കല്യാണത്തിന്റെയും നിന്റെ ബർത്ത്ഡേയുടെയും നാളുകളില് ബ്യൂട്ടീഷ്യനെ കൊണ്ടുവന്ന് മോടി പിടിപ്പിച്ചതോ, പിക്ക് ചെയ്ത പുരികങ്ങളോ, ചുകപ്പിച്ച ചുണ്ടുകളോ, പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ട് ഭംഗി കൂട്ടിയതോ, ആയിരക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിച്ച് മിനുക്കിയ മുഖങ്ങളോ. മലപ്പുറത്തെ ചില പെണ്ണുങ്ങൾക്ക്, നമ്മുടെ നാട്ടിലെ ചില പെണ്ണുങ്ങൾക്ക്, പൂക്കോട്ടൂർ പഞ്ചായത്തിലെ പെണ്ണുങ്ങൾക്ക് പലതുകൊണ്ടും പേര് കേട്ട ജില്ലയാ മലപ്പുറം ജില്ല. ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് ജന്മം കൊടുത്ത ജില്ല, 10,000-കണക്കിന് പള്ളികൾ ഉയർന്നു നിൽക്കുന്ന ജില്ല, വാരിയംകുന്നത്തിന്റെ ജില്ലയോ, മമ്പുറം തങ്ങളെ ജില്ലയോ, വെളിയങ്കോട് മറുക്കാതെ തങ്ങളെ ജില്ലയോ, മഹാനായ ആലി മുസ്ലിയാരുടെ ജില്ലയോ, ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് ജന്മം കൊടുത്ത സ്ഥാപനങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന ജില്ലയോ, ആയിരക്കണക്കിന് പള്ളി മിനാരങ്ങൾ അമ്പരച്ചുംബികളെ പോലെ ആകാശം മുട്ടേ ഭംഗീകരിക്കപ്പെട്ട നവീകരിക്കപ്പെട്ട പള്ളികളുള്ള മലപ്പുറം ജില്ലയോ, വലിയ തറവാട്ടുകാരുടെ ജില്ലയോ, ഇസ്ലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരെ ജില്ലയോ. അങ്ങനത്തെ പല ആളുകൾക്കും പെൺകുട്ടികൾക്കും ഇന്ന് കല്യാണം നടക്കണമെങ്കിൽ ആ കല്യാണത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അങ്ങ് കോഴിക്കോട്ടിൽ നിന്നും എറണാകുളത്തിൽ നിന്നും കണ്ണൂരിൽ നിന്നും ബ്യൂട്ടീഷ്യനെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് മൈക്കപ്പ് ചെയ്യേണ്ട ജില്ലയോ, മൈക്കപ്പ് ചെയ്യുന്ന പെണ്ണുങ്ങളോ. അല്ലാ അല്ലാ, മഞ്ഞ കല്യാണത്തിന്റെയും ചുവപ്പ് കല്യാണത്തിന്റെയും പച്ച കല്യാണത്തിന്റെയും പേരില് ലക്ഷങ്ങൾ പടിപടിക്കുന്ന പെണ്ണുങ്ങളുള്ള ജില്ലയാ, ഹാജിമാരുള്ള ജില്ലയാ, മുസ്ലിങ്ങളുള്ള ജില്ലയാ. അങ്ങനത്തെ പ്രിയപ്പെട്ട പെണ്ണേ, നിന്റെ ഈ കവിളുണ്ടല്ലോ, നീ നിന്റെ തലക്കുമീതേ ഏതെങ്കിലും നർത്തകികളെ പോലെ മുടിയെല്ലാം ചുരുട്ടി ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് നെറ്റായിരിക്കുന്ന തട്ടം കൊളുത്തിയിട്ട് അന്യ പുരുഷന്മാരോടൊന്നിച്ച്, നിന്റെ ബോയ്സ് ഫ്രണ്ടുകളോടൊന്നിച്ച്, ഗേൾസ് ഫ്രണ്ടുകളോടൊന്നിച്ച് കല്യാണത്തിന് ഒരേ ഡ്രസ്സുകൾ അണിഞ്ഞിട്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മഞ്ഞ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പച്ച ഒരേ ഡ്രസ്സുകൾ അണിഞ്ഞിട്ട് ഫോട്ടോക്ക് പോസ് ചെയ്തിട്ട് ആയിരക്കണക്കിന് ക്യാമറകൾ ഫ്ലാഷ് അടിച്ചിട്ട് നൃത്തം ചെയ്ത പെണ്ണേ, ചുകപ്പിച്ച ചുണ്ടിന്റെ ഉടമയായിരിക്കുന്ന പെണ്ണേ, പിക്ക് ചെയ്തിരിക്കുന്ന പുരികത്തിന്റെ ഉടമയായിരിക്കുന്ന പെണ്ണേ, നിന്ന കബറിലേക്ക് വെച്ചിട്ട് ഈ മണ്ണെടുത്തിട്ട് ആ മണ്ണിലേക്ക് നിന്റെ കവിള് അമർത്തി വെക്കുകയോ, അങ്ങമർത്തി വെക്കുകയോ, മേലെ കല്ലുകൾ കൊണ്ട് പൂടുകയോ, ദ്വാരങ്ങൾ മുഴുവനും അടക്കുകയോ,
ഉറ്റവരും ഉടയവരും ആങ്ങളമാരും ബന്ധുക്കളും സർവരും നിന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് ഒരു പിടി 3 പിടി മണ്ണ് വാരി എറിയുകയോ, കൈക്കോട്ട് കൊണ്ട് കബർ നിറക്കുകയോ, മീസാൻ കല്ല് കുത്തിയിട്ട് ആ കബർ മൊത്തം നിറച്ചിട്ട് ഒരു തൊട്ടി വെള്ളമൊഴിച്ച് ആളുകൾ പിരിഞ്ഞു പോരുകയോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ പിരിഞ്ഞു പോരുന്ന സമയത്ത് എന്റെ ഭാര്യക്ക് വല്ലാത്ത പേടിയാ, ഒറ്റക്ക് റൂമിൽ കിടക്കൂല. ഇന്നത്തെ രാത്രിയെങ്കിലും, ഇന്ന് ഉദ്ഘാടനത്തിന്റെ ദിവസല്ലേ, എന്റെ ഭാര്യയോടൊന്നിച്ച് ഞാൻ നിൽക്കട്ടെ. ഒരു ഭർത്താവും ചിന്തിച്ചിട്ടില്ല. ഉപ്പാക്ക് വലിയ പേടിയാ. ഉപ്പ ഒറ്റയ്ക്ക് കിടക്കാറില്ല. കരണ്ട് പോയാൽ വരെ ഉടനെ ലൈറ്റുകളും മറ്റും, എമർജൻസി ലൈറ്റുകളും മറ്റും തലക്കുഭാഗത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഉപ്പ. ആ ഉപ്പാക്ക് ഖബറിൽ ഇന്നത്തെ ആദ്യത്തെ രാത്രിയെങ്കിലും ഞാനൊന്ന് കൂട്ടിന് നിൽക്കട്ടെ. ഒരു മകനും ചിന്തിച്ചിട്ടില്ല, ഒരു മകളും ചിന്തിച്ചിട്ടില്ല, ഒരു കൂട്ടുകാരനും ചിന്തിച്ചിട്ടില്ല. ആ ഇരുളഞ്ഞ ഖബറിൽ നീ കിടക്കുകയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിക്കുന്നു, എല്ലാവരും പിരിഞ്ഞു പോരുകയാ, മറമാടിത്തീർന്നാൽ, ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്താൽ ആരാ ദുആ ചെയ്യുന്നത്? നിനക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത പള്ളിയിലെ ഉസ്താദ് വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കണം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എവിടുന്നാണ് ഇങ്ങനത്തെ ഒരു ശബ്ദം കേട്ടത് എന്ന് പോലും ചിന്തിക്കാതെ എഴുന്നേറ്റ് പോരുന്ന മുസ്ലിമേ, ആ ഉസ്താദാണ് നിന്റെ ഖബറിന്റെ അടുത്ത് നിൽക്കുന്നത്, നിനക്ക് വേണ്ടി ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നത്. എന്തെല്ലാം എന്തെല്ലാം ആ ഉസ്താദിനോട് ധിക്കാരത്തോടെ നീ പറയുന്നു, ഏതെല്ലാം നിലക്ക് ഉസ്താദിനെ നീ ഭരിക്കുന്നു. ഉസ്താദിന് ഞങ്ങളല്ലേ ശമ്പളം കൊടുക്കുന്നത്, ഞങ്ങളല്ലേ സമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നത്, ഞങ്ങൾ പറഞ്ഞതല്ലേ ഉസ്താദ് കേൾക്കേണ്ടത്. ഉസ്താദ് എന്തിനാണ് അങ്ങനൊക്കെ പറയുന്നത്? ഉസ്താദ് എന്തിനാ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് ആക്ഷേപിക്കുന്ന മുസ്ലിമേ, നിന്റെ അടുത്തൊരു ഫാത്തിഹ സൂറത്ത് ഓതാൻ കാത്തു നിൽക്കുന്നത് ആ ഉസ്താദാണ്. പെങ്ങളെ, ഉസ്താദിന് നിന്നൊരു ചെലവ് കൊടുക്കണം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ എവിടെങ്കിലും ഹോട്ടലിൽ പോയി കൊടുത്തോളോ, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് അവഗണിക്കുന്ന പെങ്ങളെ, നിന്നെ ഖബറിൽ കിടത്തിയ സമയത്ത് നിന്നെ മയ്യത്തെടുക്കുമ്പോഴ് ദുആ ചെയ്യാൻ വന്നത് ആ ഉസ്താദാണ് എന്ന ബോധം നിനക്ക് വേണം. ഖബറിൽ കിടത്തിയിട്ട് നിന്റെ എല്ലാവരും പിരിഞ്ഞു പോരുമ്പോ ഈ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടൊന്ന് ദുആ ചെയ്യാൻ നിന്റെ തലക്കുഭാഗത്ത് വന്ന് നിന്നത് ഈ ഉസ്താദാണ് എന്ന ബോധം നിനക്ക് വേണം. ചിലരോ ചിന്തിക്കും, ഉസ്താദിന് കാശിന് വേണ്ടിയല്ലേ, അതൊക്കെ പഴയ കാലത്തല്ലേ. ആരാ മോനെ ഇന്ന് പാപമയത്തിന് ദ്വാരക്കാൻ അവസരം കിട്ടിയെങ്കില് എനിക്ക് 10 ഉറുപ്പ്യ കിട്ടുമല്ലോ, 500 കിട്ടുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് ഇന്നാരാ? അന്നൊന്നും ഇന്നൊന്നും ആരും അങ്ങനെ ചിന്തിക്കാറില്ല. നിന്റെ 500 1000 പ്രതീക്ഷിച്ചുകൊണ്ടല്ല ആ മയ്യത്തിന്റെ പിറകിൽ വന്ന് നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്. മോളെ, ഇതൊക്കെ നീ ഇപ്പോൾ ചിന്തിച്ചില്ലെങ്കിൽ അന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഖബറിലെത്തിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? നിന്റെ മേധക്കല്ലുകൾ വന്നതിന് ശേഷം ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ചിന്തിക്കണ്ടേ? അങ്ങനെ ആ ദുആ കഴിഞ്ഞ് നിന്റെ ആങ്ങളമാരും നിന്റെ അയൽവാസികളും നിന്റെ ഭർത്താവടക്കം മക്കളടക്കം നിന്റെ പ്രിയപ്പെട്ട മോനെ, നിന്റെ പ്രിയപ്പെട്ട എല്ലാവരും നിന്നെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ അവര് മുഴുവനും പറയുന്ന ഒരു വാക്കുണ്ട്, പറയാതെ പറയുന്ന ഒരു വാക്കുണ്ട്. ഇന്ന് മുതൽ കിടന്നോ, അനുഭവിച്ചോ,
എന്നും പറഞ്ഞ് പിരിഞ്ഞു പോരുകയോ. പിന്നെ എന്നാ നീ നിന്റെ ഉപ്പാനടുത്ത് ചെല്ലാറ്? എപ്പോഴൊക്കെ ഉപ്പാനടുത്ത് ചെല്ലലുണ്ട്, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യലുണ്ട്, ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഒരു ദിവസം എത്ര തവണയാ നീ ചെല്ലാറുള്ളത്? ഇല്ല ഇല്ല. ഈ ഖബറിൽ കിടക്കുന്ന മയ്യത്തിന്റെ കഥയോ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒന്നിനും സമയമില്ല. 5 മിനിറ്റ് വയല് കേൾക്കാൻ സമയമില്ല, ഒരു സ്വലാത്തിൽ പങ്കെടുക്കാൻ സമയമില്ല, ഉസ്താദിന്റെ ഉപദേശം കേൾക്കാൻ സമയമില്ല, നിസ്കാരത്തിന് സലാം വീട്ടിയാല് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ നിനക്ക് സമയമില്ല. എപ്പോഴും ബിസി ബിസി. വല്ലാത്ത തിരക്കല്ലേ നിനക്ക്. അങ്ങനത്തെ തിരക്കുള്ള നീ ഇനി നിനക്കൊരു തിരക്കുമില്ല, ശുഗ്ലില്ല, പാർട്ടിയുടെ പ്രവർത്തനമില്ല, എവിടെയും അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒരു തിരക്കുമില്ലാതെ നീ അങ്ങ് കിടക്കുകയാ. എത്ര കൊല്ലമായി കിടക്കാൻ തുടങ്ങിയിട്ട്, ഇനി എത്ര കൊല്ലം നീ കിടക്കണം? അല്ലാ